നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് നമ്മുടെ സ്വന്തം ജഡ്ജസ് രമേശ് ചേട്ടൻ, അജയ് ചേട്ടൻ. നമസ്കാരം. നമസ്കാരം. ഇങ്ങനൊരു ഷോയിലെ ആങ്കർ ആദ്യമാണല്ലോ. അതെ അതെ. എന്താണ് എക്സ്പീരിയൻസ്? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, സീരിയൽസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ചെറുതായിട്ട് വ്ളോഗിങ് ചെയ്യും. പക്ഷേ ആങ്കറിങ് എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. രമേശ് ചേട്ടൻ വിളിച്ചു, സംസാരിച്ചു. രമേശ് ചേട്ടൻ പറഞ്ഞു ഇതാണ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. താനിങ്ങനെ ആങ്കറിംഗ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കാര്യം തലയെടുത്ത് വെക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ കുറെ ആൾക്കാരുണ്ടാവും, എല്ലാവരും സപ്പോർട്ട് ചെയ്യും, പിന്നെ അതിൻ്റെതായിട്ടുള്ള വഴിയിൽ അങ്ങ് പറഞ്ഞാൽ മതി, നാച്ചുറൽ ആയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഞാൻ വന്നു, ആദ്യത്തെ എപ്പിസോഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഉള്ളില് ഏകലടിച്ച് ഞാൻ കരയാണ്. എന്റെ അടുത്ത് ഓരോ സ്പോൺസർഷിപ്പിന്റെ കാര്യം പറയുമ്പോഴും ഞാൻ കാരണം മറ്റുള്ള സമയം പോകരുത്, പെട്ടെന്ന് ഷൂട്ട് തീരണം. അപ്പൊ ഇവിടുന്ന് എനിക്ക് ഡയറക്ടർ ഹരീഷ് ചേട്ടൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഓൾ ക്രൂ, ഫൺ ബേബി ഫണ്ണിന്റെ ഓൾ ക്രൂ, രമേശ് ചേട്ടൻ, ആരി ചേച്ചി, അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും എനിക്ക് പറ്റത്തില്ല. ടെൻഷനായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അടുത്ത സ്കെഡ്യൂളിലേക്ക് ഡേറ്റ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ചെയ്തു നോക്കാം എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇത്രയും നേരം തെറ്റാതെ പറയൂ എന്നുള്ളത് എനിക്ക് ഇപ്പോഴാട്ടോ ബോധ്യം വന്നത്. കഴിഞ്ഞ 1 മിനിറ്റ് ഇവിടെ ശ്വാസം വിടാതെ ഒരു അക്ഷരം തെറ്റാതെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറച്ച് ഇതിന്റെ പുറകിലിരുന്നു, പഠിച്ചു. അതിന്റെ അടുത്ത ഷെഡ്യൂൾ വന്നപ്പോ എനിക്ക് ഓക്കെ ആയി. അതായത് ഇനി എനിക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇതുവരെ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ 100% ഈ ഒരു പണിക്ക് പറ്റുന്ന ഒരു കുട്ടി തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അയ്യോ, താങ്ക് യു. പിഷാരിയുടെ ഷോയിലെ ഒരുപാട് പ്രോഗ്രാമിൽ ഞാൻ വന്നിട്ടുണ്ട്. നല്ലൊരു ലോഞ്ചിങ് പാടാണ്. താങ്ക് യു. അപ്പൊ നന്നായിട്ട് നല്ലൊരു ലോഞ്ചിങ് പാടാണെന്നാണ് പറഞ്ഞത്. നല്ലൊരു ലോഞ്ചിങ് പാടാണ്. ശ്രീഹരിക്കോട്ടയൊക്കെയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളെ ആങ്കറിങ്ങിലും ഒക്കെ ആയിട്ട് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്യും. നല്ല ഇന്നൊക്കെ അവരൊക്കെ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. ശ്രീഹരിക്കോട്ടയോ? ആ ഹരി അവിടെ ഇരിപ്പുണ്ട്, അവനോർക്കും അവനെ പറ്റി പറഞ്ഞതാണ്. അല്ല, അവൻ ഹരിക്കും അതിനകത്ത് ഒരു പാട്ടുണ്ടല്ലോ. കമ്പനിയാണ് ആങ്കർമാരെ വാർത്തെടുക്കുന്ന പ്രത്യേക കമ്പനി തന്നെയാണ്. ശരി, അത് പോട്ടെ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിയേക്കാം. അതെ, സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ ഡയലോഗ് മൊത്തം പഠിച്ചല്ലോ. അതെ, ഒന്നും കൂടെ ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കിട്ട് നമുക്ക് അങ്ങ് അല്ലേ? എന്നിട്ട് ക്യാമറമാനെ വിളിച്ചാൽ മതി. ബേബി സാർ നമസ്കാരം. അയ്യോ, നമസ്കാരം. അല്ല, നിങ്ങൾ എന്താ സ്ക്രിപ്റ്റ് പഠിക്കണമെന്നും പറയുന്നത്? നമ്മള് സാധാരണ ഇവിടെ പെർഫോം അല്ലേ? അതെ, എന്താ പരിപാടി? എന്താ ഞങ്ങളെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ പോവാ. ഞങ്ങളുടെ കമ്പനി പുതിയൊരു അടിപൊളി പ്രോഡക്റ്റ് ഇന്ന് ലോഞ്ച് ചെയ്യുമോ എന്ന്. ആണോ? അതിന്റെ ആഡ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളാ ചെയ്യുന്നത്. അങ്ങനെയാണ് മാർക്കറ്റ് ഇറക്കിയാൽ നമുക്ക് അതിന്റെ ഒരു ആഡും കൂടി ഇതിന്റെ സ്പോൺസർഷിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. നല്ല. അപ്പൊ വേറെ സിനിമാ താരങ്ങളൊന്നും ഇല്ല, ബേബിച്ചായനും ആര്യമാടും തന്നെയാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. സൂപ്പർ. അപ്പൊ ആ ഡയലോഗ് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കണം. ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞ ആക്ഷൻ. ബേബി ചായ 5 വർഷമായില്ലേ US വന്നിട്ട്, ഇതുവരെ ഞാൻ പറഞ്ഞ ആ സാധനം വാങ്ങിച്ചു തന്നില്ലല്ലോ. അതെനിക്ക് ഇപ്പഴല്ലേ കിട്ടിയത് മോളെ. നമ്മളെ ഇറക്കാൻ പോവല്ലേ, അതൊരു സർപ്രൈസ് അല്ലേ. ഞങ്ങള് പുതിയ ഐറ്റമാണ് ഇറക്കുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള ഒരു ഐറ്റമാണ്. പഠിക്ക്. 1 ഗ്രാം ഐസിൽ പൊതിഞ്ഞ ഉണക്കമീൻ. നിങ്ങൾ പറഞ്ഞാൽ ശരിയാവൂല. ഇത് ശരിക്കും പറഞ്ഞ സ്റ്റാൻഡേർഡ് ഉള്ള ഒരാള് പറയണം. അതാ അമ്മച്ചി പറ. ഞാൻ പറഞ്ഞോളാം. പറയുമ്പോ ഒരു നാടൻ സ്റ്റൈൽ ഉണ്ടാവും. അതെ, അതായത് ചിലപ്പോ ക്ലിക്ക് ആകാൻ സാധ്യതയുണ്ട്. എന്നാ ഈ കൊടയൊക്കെ നിവർത്തിട്ട് ഞാൻ സ്റ്റൈലില് വരാം. നീ ഒരു ആശം പറഞ്ഞോ, ഞാൻ തട്ടിക്കോളാം. വയറ് പൊട്ടാത്ത, ഷവിലിന്റെ പാടുകൊള്ളാത്ത, 1 ഗ്രാം ഐസിൽ പൊതിഞ്ഞ നല്ല ഒന്നാന്തരം ഉണക്കമീൻ. എപ്പോഴും ഒരു മണത്തൂക്കം മുന്നിൽ, വിശ്വസിക്കാവുന്ന ഗുണം, ശ്വസിക്കാവുന്ന മണം. നല്ലൊന്നാന്തരം ഉണക്കമീൻ. പാരമ്പര്യമായിട്ട് ഭയങ്കര സത്തുള്ള ആൾക്കാരാന്നൊക്കെ. തീരാമണ ചാള 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 ചാള. അതെ, നല്ലതായിട്ടുണ്ട്. അമ്മച്ചി അവതരിപ്പിച്ചപ്പോഴാണ്, ഇത് പറഞ്ഞപ്പോഴാണ് ഇതൊരു പഞ്ച് കിട്ടിയത്. അമ്മച്ചിനെ വെച്ച് ഷൂട്ട് ചെയ്യാം. ഹലോ, നമസ്കാരം. ഞാനിവിടെ 2 വീട് അപ്പുറം താമസിക്കുന്ന ഒരാളാ. മലയാളി കാരണം ഞാൻ കാണാറുണ്ട്. മേഡം നമസ്കാരം. എന്താണ്? ഞാനൊരു ആടിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാ.
ആട് എന്താ ഇത് നിങ്ങളുടെ ബ്രാൻഡ് ഇറങ്ങി എന്താ ബേബി ആൻഡ് ആരി ഉണക്കമീൻ ബ്രാൻഡ് ഇറങ്ങിയില്ല ആട് കണ്ട ആള് അപ്പൊ തന്നെ ആള് വന്നു തുടങ്ങി. ഇതിങ്ങനെ പരക്കുന്നത് ഇങ്ങനെയാ. അല്ല ഇതെങ്ങനെ അറിഞ്ഞു നിങ്ങള്? അല്ല ഈ എന്റെ ആടിനെ കുറിച്ച് എനിക്കല്ലേ അറിയാൻ പാടുള്ളൂ. നിങ്ങൾ പറഞ്ഞെന്ന് വെച്ചാല് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ അല്ല നിങ്ങളുടെ ആടല്ലേ ഇത്? ഞങ്ങളുടെ ആടല്ലേ ഇത് ഞാൻ നിങ്ങളുടെ ആടിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ ആടിനെ കുറിച്ചല്ലേ പറയുന്നത്. ഞങ്ങള് ഞങ്ങളുടെ ആടിനെ കുറിച്ചല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. മുതലാളി മുതലാളിയുടെ ആടിനെ കുറിച്ച് പറഞ്ഞോ, എനിക്ക് എന്റെ ആടിനെ കുറിച്ച് പറയാനുള്ള ഞങ്ങളുടെ ആടിനെ ഷൂട്ട് ചെയ്തോ? നിങ്ങളുടെ ആടിനെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് എന്റെ ആടിനെ ഷൂട്ട് ചെയ്ത് നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്റെ ആടിനെ ഷൂട്ട് ചെയ്ത് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങളുടെ ആടിനെ ആര് ഷൂട്ട് ചെയ്തു? നിങ്ങൾ ഇവിടെ എന്റെ ഒരു ആടിന് കാണാനില്ല. ഞാൻ അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് അല്ല എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ ആടെന്ന് പറഞ്ഞ നിങ്ങളുടെ ആടെന്ന് പറഞ്ഞ എന്തുട്ടാ? ഞങ്ങളുടെ ആടെന്ന് പറഞ്ഞ പരസ്യം. എന്ത് പരസ്യോ? ഉണക്കമിന്റെ പരസ്യം. ഞാൻ പരസ്യത്തിന്റെ ആ ആടിനെ പറ്റിയല്ല പറഞ്ഞേ. പിന്നെ ഏതാടാ? എന്റെ വീട്ടിൽ എന്റെ ഭാര്യ എനിക്ക് 5 മക്കളും ഉണ്ട്. 5 ആടും. മക്കൾ 5 ആടുവാ? മക്കൾ 5 ആടുമില്ല. ഞാൻ വല്ലപ്പോഴൊക്കെ വൈകുന്നേരം എടാ ബേബി ഞാൻ പറഞ്ഞ 5 ആട് എന്റെ മനസ്സിലായി. എടാ ബേബി ഇവൻ പറഞ്ഞു തന്നെ എന്താന്നറിയാമോ? നമ്മളിവിടെ ഷൂട്ട് ചെയ്തത് ആട്, ഇവൻ പറയണത് ആ 5 ആടില് ഒരാടിനെ കാണാനില്ല. അത് ഞങ്ങളോടൊന്ന് ചോദിച്ചിട്ട് എന്താ കാര്യമുള്ളൂ? അല്ല മുതലാളി, ഞാൻ മുതലാളി എടുത്തെന്നല്ല പറയുന്നേ. അപ്പൊ ഞാൻ ഇവിടെ പണി കഴിഞ്ഞ് വന്നപ്പോ നോക്കി കഴിഞ്ഞപ്പോ 4 ആടുള്ളൂ. അപ്പൊ അവിടെ ഈ ആൾക്കാർ പറഞ്ഞു അവിടെ അപ്പുറത്തേക്ക് അവര് പുറത്ത് പേര് പറയില്ല എന്ന് പറഞ്ഞു. ഹലോ മിസ്റ്റർ അയലോക്കം, ഈ ആട് ചിലപ്പോ കെട്ടഴിഞ്ഞു പോയതായിരിക്കും. അതെ, ഇതൊരു ഷൂട്ടിംഗ് ഫ്ലോർ ആണ്. ഇവിടെ പുല്ലില്ല, ഒന്നുമില്ല, ആട് ഇങ്ങോട്ട് വരില്ലല്ലോ. അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അവിടെ ഗേറ്റിന്റെ പുറത്ത് നടന്ന 2 ആൾക്കാർ പറഞ്ഞേ ഇവിടേക്ക് വരുന്നതായി കണ്ടു എന്ന് അവർ പറഞ്ഞതുകൊണ്ട് മാത്രം. ഇങ്ങോട്ട് വരാനേട്ടാ ഇവിടെ ഒരു ഈച്ച പോലും കിടക്കൂല. 3 സെക്യൂരിറ്റിനെ നിർത്തിയിരുന്നവിടെ. കൊതുകല്ലേ? കൊതുകല്ലേ? കൊതുക് കയറും, പക്ഷെ ഈച്ചല്ലോ. അല്ല ഞാൻ പറഞ്ഞത് എന്റെ ആട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ വേണ്ടി വന്നു. സുഹൃത്തെ 5000 ആട് മേടിക്കാനുള്ള സമ്പത്തുണ്ട്. എടാ തോമാസേ, ആ. നീ ആടിനെ എവിടെ കെട്ടിയായിരുന്നേ? ഞാൻ എന്റെ വീട്ടിലെ കൂട്ടില് അവിടെ ഇറക്കാൻ ആട് കിടന്നിടത്ത് കൂടെ പോലും കാണില്ല എന്നല്ല പറഞ്ഞേക്കണേ. ഉവ്വ. നീ അവിടെ പോയി നോക്കടാ. അല്ല, അത് ശരിയുള്ള ഞാൻ പണി കഴിഞ്ഞ് നേരെ ഇങ്ങടെ വന്നേ. ആൾക്കാരായിട്ട് പോകുന്നു. എന്താ ഇവരൊക്കെ നല്ല കാശുകാരാണ്. അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു ആടിനെ ഒരാളുടെ അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. അല്ല അവക വർത്താനം പറയാൻ നിൽക്കണ്ട. ചില കാശുള്ള ആൾക്കാർക്ക് എത്ര കാശും കോടീശ്വരന്മാരാണെങ്കിലും ചില കടകളിൽ ചെന്ന് ചില സാധനങ്ങൾ ഇസ്കി കൊണ്ടുപോകുന്ന ചെറിയ അങ്ങനെയല്ല, അല്ല അങ്ങനെയല്ല. അല്ല അങ്ങനെ സ്വഭാവമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എന്നാടി നീ ആ പറഞ്ഞതിന്റെ അർത്ഥം? നീ അല്ലെങ്കിലും അതെ നിന്റെ അപ്പൂപ്പൻ ആട് കച്ചേക്കണ ഒരു കഥ ഉണ്ട്, അതെന്നോട് പറയിപ്പിക്കണ്ട. അതെ 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 അമ്മച്ചി, അപ്പൊ ഞാൻ ഒരു കണ്ടോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ആടായിട്ട് മുന്നോട്ട് പോകും, ഞാൻ എന്റെ ആടിനെ അന്വേഷിച്ച് ഞാൻ പിന്നോട്ട് പോക്കോളാം. കിട്ടുവാണെങ്കിൽ ഒന്ന് അറിയിക്കണം. എന്തേ എന്തോ ഒരു ചെറിയൊരു സ്മെല്ല്. നല്ല അടുക്കളയിൽ എന്താ എന്തോ വേവിക്കണ്ടല്ലോ? അത് മട്ടൻ അല്ല, മുട്ട. മുട്ടക്കോഴി. മുട്ടക്കോഴിയാ? എല്ലാ ദിവസവും മുട്ടക്കോഴി. ഒരു ആടിന്റെ മണം ഉണ്ടല്ലോ. ആടിന്റെ മണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒരു ആട് ഷൂട്ട് ചെയ്യായിരുന്നല്ലോ, അതിന്റെ മണം അടിക്കണം. നിങ്ങളുടെ ഷൂട്ടിംഗ് കിട്ടാണെങ്കിൽ ഒന്ന് അറിയിക്കണം. സോറി കേട്ടാ, സോറി സോറി. ഒരു നല്ല കാര്യം നടക്കണതിന്റെ ഇടയ്ക്ക് ആട് കൊട്ടെന്നും പറഞ്ഞൊക്കെ നമുക്ക് ബാക്കി അപ്പുറത്ത് പോയി പ്രാക്ടീസ് ചെയ്യാം. അതെ അവിടെ സ്റ്റാൻഡപ്പ് ഇടുന്നുണ്ട്. അതെ ഇപ്പൊ അമ്മിച്ച മതി. നമുക്ക് വേറെ ആർട്ടിസ്റ്റുകൾ സിനിമാ താരങ്ങൾ ആരും വേണ്ട. അമൃതയ്ക്ക് ഒരു വേഷം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിനകത്ത് കൊടുക്കട്ടോ. അമൃത ഉണക്കമീനൊക്കെ പിടിച്ച് തന്നാ സൂപ്പർ ആയിരിക്കുള്ളൂ. ആടിനെ കാണുമോ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മുടെ മൈ ഡേ ഫ്യൂച്ചർ ഫൺ ബേബി ഫണിൽ ഇനി ഒരു കിട്ടിലും സ്റ്റാൻഡപ്പ് പെർഫോമൻസ് കാണാം. പെർഫോം ചെയ്യാൻ എത്തത് ശ്രീലക്ഷ്മി. ശ്രീ എന്ത് പഠിക്കുകയാണോ? ഞാനിപ്പോ BBA പഠിച്ചോണ്ടിരിക്കുന്നത്. എറണാകുളമാണ്. അതെ, ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാൻഡപ്പ് പെർഫോം കാണാം അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ശ്രീ. ഇപ്പം ഡോക്ടർമാരുടെ വീട്ടിലൊക്കെ ഒരു കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ ആ കുഞ്ഞിനെ നോക്കി അവര് പറയും ഞങ്ങളുടെ കുടുംബത്തിലെ ഭാവി ഡോക്ടർ ജനിച്ചു. എഞ്ചിനീയർമാരുടെയും ബിസിനസ്സുകാരുടെ ഒക്കെ കുടുംബത്തില് ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ തന്നെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും മലയാള ടെലിവിഷൻ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രോഗ്രാം ആകും ഇതെന്ന്, അല്ലെ? പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ. അപ്പം ഇനി എനിക്ക് ചോദിക്കാനുള്ള ബേബിസാനോടാ. ബേബിസാറെ, ബേബിസാന്റെ ബേബി വരുമ്പോ ബേബിസാൻ എന്നെ അങ്ങനെ ആദ്യം എടുത്തിട്ട് പറയാൻ തോന്നുക? ഞാൻ ഇതുപോലത്തെ ഒരു പരിപാടി എന്റെ കൊച്ചിനെ കൊണ്ടും ചെയ്യിപ്പിക്കും. ഞാൻ ഇതുപോലെ ഇതിനെക്കാട്ടും വലിയ സെറ്റ് ഇട്ടിട്ട് സൂര്യ TV ഞങ്ങൾ ചേർന്നിട്ട് വേറൊരു പരിപാടി അവതരിപ്പിക്കും. അങ്ങനെ നല്ല സ്വീറ്റ് കാര്യങ്ങളാണ് എല്ലാവരും എന്റെ കുഞ്ഞുങ്ങളോട് പറയുന്നത്. പക്ഷേ ജനിച്ചു വീണ് കിടന്ന എന്നെ നോക്കി എന്റെ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? വല്ലവനെ വിളിച്ചോണ്ട് വീട്ടിൽ കയറി വന്നാലുണ്ടല്ലോ പല്ലിടിച്ചു കൊഴിക്കും ഞാൻ. അന്ന് എനിക്ക് പല്ല് പോലും വന്നിട്ടില്ല. അപ്പോ ഞാനിത്
പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്റെ വീട്ടിലെ ഒരു അവസ്ഥ പറയാൻ വേണ്ടിയാണ്. ലവ് മാരേജ് ഒരിക്കലും ചെയ്യരുത്. എന്റെ അമ്മയുടെ പ്രകാരം ഈ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞ ഒരുമാതിരി ആമതോണിന്ന് സാധനം വാങ്ങിക്കുന്ന പോലെയാ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. റിട്ടേൺ ഉണ്ട്, റീഫണ്ട് ഉണ്ട്, കസ്റ്റമർ സപ്പോർട്ട് വരെ ഉണ്ട്. പക്ഷെ ലവ് മാരേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പരസ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന പോലെയാ. റിട്ടേൺ ഉണ്ടോ എന്നറിയില്ല, റീഫണ്ട് ഉണ്ടോ എന്നറിയില്ല. കാണുന്ന സാധനം തന്നെ കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ നിങ്ങളുടെ വിധി. ഇപ്പോഴും മറ്റേ ലവ് മാരേജ് ചീത്തയാന്നുള്ള കാര്യത്തിൽ നിന്ന് അമ്മ മാറാൻ റെഡി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മ പിന്നെയും പറഞ്ഞു മനസ്സിലാക്കാൻ കഷ്ടപ്പെട്ടു. അമ്മേ, ലവ് മാരേജ് നല്ലൊരു കാര്യമാണ്, നമുക്ക് തമ്മിൽ അറിയുകയൊക്കെ ചെയ്യാം. പുറം രാജ്യങ്ങളിൽ എല്ലാവരും അത് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പറഞ്ഞു, നിനക്ക് ലവ് മാരേജ് അല്ലേ ചെയ്യണ്ടേ? ഞങ്ങളുടെ അന്തസ്സിനും വിലയ്ക്കും പറ്റിയൊരു ചെക്കനെ കണ്ടുപിടിച്ചു തരാം. നീ ലവ് ചെയ്യോ, കല്യാണം കഴിക്കോ, ഇറങ്ങിപ്പോയോ, എന്താന്ന് വെച്ചാ ചെയ്തോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ലവ് മാരേജ് എന്നുള്ള കോൺസെപ്റ്റിനൊന്ന് മാറിപ്പോകാൻ ഒരു ഇഷ്ടമില്ല. എനിക്ക് ലവ് മാരേജ് തന്നെ ചെയ്യണം. അങ്ങനെ ഞാൻ എന്റെ സ്കൂളില് എന്റെ ഇഷ്ടങ്ങൾക്കൊക്കെ ഒത്തൊരു ചെക്കനെ ഞാൻ കണ്ടുപിടിച്ച് അവനോട് ചെന്ന് ഞാൻ പറഞ്ഞു, എടാ എനിക്കെന്നെ ഇഷ്ടമാണെന്ന്. അവൻ പറഞ്ഞു, എടി നമ്മൾ തമ്മി ക്ലിക്ക് ആവില്ലെന്ന്. എടാ കമ്പ്യൂട്ടറിനുണ്ടായ ക്യാബേജേ, എനിക്ക് നിന്റെ ഗേൾ ഫ്രണ്ട് ആണ് ആവേണ്ടത്, മൗസ് അല്ല ക്ലിക്ക് കളിക്കാൻ. എന്നിട്ട് ഞാൻ എന്റെ കോൺഫിഡൻസ് വിട്ടില്ല. കോളേജിലെത്തി കഴിഞ്ഞ് ഒരുത്തനെ കണ്ടുപിടിച്ചപ്പം അതൊക്കെ ഞാൻ എന്റെ ചങ്കിനോട് എന്ന് പറഞ്ഞ് എനിക്ക് ഇവനെ പ്രപ്പോസ് ചെയ്യണമെന്ന്. അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാം തുറന്നു കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, കണ്ടോ 1000 വാട്ടിന്റെ ഫിൽറ്റർ ഇട്ടിട്ട് പോലും നിന്റെ മുഖം 2 ആഴ്ചയായിട്ട് പലചരക്കടെ ഇരിക്കുന്ന ചീഞ്ഞ തക്കാളി പോലെയാ, ഇനി നിനക്ക് പോണോന്ന്. എനിക്കെല്ലാം മനസ്സിലായിട്ടാ. അപ്പൊ തന്നെ എന്റെ പ്രേമിച്ച് കല്യാണം കഴിക്കണം എന്നുള്ള മോഹം ഞാൻ ആ ചീഞ്ഞ തക്കാളിയുടെ കൂടെ അങ്ങോട്ട് കുഴിച്ചിട്ടു. മുകളിൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തക്കാളിയുടെ കുറച്ച് വിത്തല്ലേ, തക്കാളി കുഴിച്ചിടത്തല്ലോ, ആ വിത്തും കൂടെ വെതറി കഴിഞ്ഞപ്പം പൂർത്തിയായി. അങ്ങനെ ഞാൻ ഈ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി എന്റെ അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മേ, എനിക്ക് ലവ് മാരേജ് വേണ്ട, ഞാൻ അറേഞ്ച്ഡ് മാരേജിന് തയ്യാറായിന്ന്. അപ്പം എന്റെ അമ്മയുടെ മുഖത്ത് ഞാൻ വിചാരിച്ചൊരു ഓണം ബമ്പർ അടിച്ചൊരു സന്തോഷം ഉണ്ടാവുന്നു. പക്ഷെ അതുണ്ടായിരുന്നില്ല. എന്റെ അമ്മയുടെ മുഖത്തെ ഭാവം എന്താന്ന് വെച്ചാ, അമ്മയ്ക്ക് അറിയായിരുന്നു 10 പ്രോസ്പെക്റ്റീവ് ചെറുക്കന്മാരിൽ നിന്നും എന്റെ അച്ഛനെ തിരഞ്ഞു കണ്ടുപിടിച്ച എന്റെ അമ്മയുടെ മകളാണ് ഞാൻ. കഴിവില്ല ഇതിനൊന്നും ഒരെണ്ണത്തിനെ കണ്ടുപിടിക്കാൻ. നന്നായിട്ട് അറിയായിരുന്നു എന്റെ അമ്മയ്ക്ക്. അപ്പോ ഞാൻ ഈ സന്തോഷ വാർത്ത ചെന്ന് പറഞ്ഞല്ലോ അമ്മയോട്. അതിന്റെ ഭാഗമായിട്ട് അമ്മ എനിക്ക് ആദ്യമായിട്ട് ഒരു ചെക്കനെ കൊണ്ടുവന്നു. നേരിട്ട് കൊണ്ടുവന്നൊന്നുമില്ല, ഒരു പ്രൊഫൈൽ അയച്ചു തന്നു ഫേസ്ബുക്കില്. സത്യം പറയാലോ, തന്ത വൈബിന്റെ അച്ഛനായ എന്റെ തന്ത പോലും ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിക്കും കേട്ടോ ഫേസ്ബുക്ക്. മറ്റേ മഴയ്ക്ക് അവധി ഉണ്ടോ നോക്കാൻ കളക്ടറിന്റെ പേജിൽ പോയി ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. അവനെ അപ്പൊ തന്നെ ഞാൻ റിജക്ട് ചെയ്തു. അടുത്തതൊരു ഇൻസ്റ്റഗ്രാം വഴി ഒരാൾ എനിക്ക് ഹായ് അയച്ചു. അവൻ പറഞ്ഞു, നിന്റെ പോസ്റ്റ് ഒക്കെ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട്, നാട്ടുകാരുടെ കമന്റ്സ് കണ്ടിട്ട് പറയാം നമ്മൾ തമ്മിൽ കൊളാബ് ചെയ്യണോ വേണ്ടോന്ന്. അവനെ മാത്രമല്ല, അവന്റെ ഹോൾ പരമ്പര ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു. ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ എല്ലാത്തിനും പറ്റുവാണെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വരെ അവന്റെ പേരെടുത്ത് ഞാൻ കളഞ്ഞേനെ. പക്ഷെ ഞാനത് ചെയ്തില്ല. പിന്നെ ഭാഗ്യം, സ്ത്രീധനമായിട്ട് ഫോളോവേഴ്സിനെ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ റിജക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാഗ്യം. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ അമ്മയ്ക്ക് തന്നെ ഒരു ചെക്കനെ കണ്ടുപിടിച്ച് വരാനുള്ള ബുദ്ധിയും ബോധമൊന്നും ഇല്ലെന്ന്. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ലിസ്റ്റ് ഓഫ് കണ്ടീഷൻസ് തരാം, അത് നോക്കിയിട്ട് അത് പറ്റുന്ന ഒരു ചെറുക്കനെ കൊണ്ടുപോവാ. ഞാൻ ആ കണ്ടീഷൻസ് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി നീളമുള്ള ലിസ്റ്റാണേ, പോക്കറ്റുള്ളത് നന്നായി. എനിക്ക് കൊണ്ടുവരുന്ന ചെക്കൻ സുന്ദരൻ, സുമുഖൻ, ദുർബലൻ, ധനികൻ, ശുദ്ധൻ, ബുദ്ധിമാൻ, കാര്യവാൻ, കാരുണ്യവാൻ, ദൈവികൻ, ഡൈനാമികൻ, രസികൻ, റൊമാൻറ്റിക്കൻ ആയിരിക്കണം. ഇത്രയും നല്ലൊരു ചെറുക്കനെ ആകാൻ പാടുള്ളൂ. അപ്പൊ എന്റെ അമ്മ എന്റെ മുഖത്ത് നോക്കി പറയാ, മോളെ, ഞാൻ കഴിഞ്ഞ ആഴ്ച കൃഷിഭവനിൽ പോയിരുന്നു. അവിടെ ചക്ക, മാങ്ങ, തേങ്ങ, ചേന, ചേമ്പ്, കാച്ചില്, കപ്പലണ്ടി, പിസ്ത, ഈന്തപ്പഴം, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, കൈതച്ചക്ക, ഇതെല്ലാം ഒന്നിച്ചുണ്ടാവുന്ന ചെടി കണ്ടുപിടിച്ചിട്ടേ ഇല്ല. അതിനുള്ള ബുദ്ധി പോലും ഇല്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു, പോട്ടെ. എന്നാ ഒരു ഈസി എക്സാമ്പിൾ പറയാം. എല്ലാം തികഞ്ഞ ഒരു ഹോളിവുഡ് നടൻ പറ്റില്ലെന്ന് അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, ബോളിവുഡ് ആകാം. നടക്കില്ല. മോളിവുഡ്, ഒരു ഷോർട്ട് ഫിലിം, ഇൻസ്റ്റഗ്രാമർ, ഇതൊന്നും കിട്ടാൻ എന്റെ അമ്മയെ കൊണ്ട് പറ്റില്ലെന്നായപ്പോ ഞാൻ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ആധാർ കാർഡിൽ ക്ലിയർ ഫോട്ടോ ഉള്ളൊരു ചെക്കൻ, അത്രയും താന്ന് ഞാൻ താഴാൻ പറ്റില്ല. മതി, അത് മതി എനിക്ക്, അത് മതി എനിക്ക്. ഞാൻ ധന്യയാകും, ധന്യ. നല്ലതായിരുന്നു. നല്ല വിഷയം എന്ന് പറയുന്നത് ഇത് ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയില്ല. അച്ഛനും അമ്മമാര് എല്ലാ കാലഘട്ടത്തിലും എല്ലാ തലമുറയിലും മകൾക്ക് കൗമാരാകുമ്പം അച്ഛനും അമ്മയ്ക്കും ഒരു അറിവില്ലാത്ത സ്ഥലത്തോട്ട് കൊണ്ട് അവരെ കൊണ്ട് ഇരുത്തിയിട്ടാണ് അവരുടെ
ഇങ്ങനെ കാലം മുന്നിലേക്ക് പോകുന്നതിന്റെ ഒരു പ്രോസസ്സാണത്. ആ വിഷയം തന്നെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അമ്മയും അച്ഛനും വേറൊരു റൂട്ടിൽ നിൽക്കുന്നു, മക്കൾ വേറൊരു റൂട്ടിൽ നിൽക്കുന്നുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ആധാർ കാർഡ് ഇങ്ങനെയുള്ള ഈ ഒരു ബാച്ചിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്ഥലങ്ങളാണ്. അതെല്ലാം കൃത്യമായിട്ട് അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. തന്നെ ഉണ്ടാക്കിയതല്ലേ ശ്രീലക്ഷ്മി? നന്നായിരുന്നു ശ്രീലക്ഷ്മി, സൂപ്പറായി. അജയ് ചേട്ടാ, ശ്രീലക്ഷ്മി, ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ എന്തൊരു പ്രസന്റേഷൻ ആണെന്ന് അറിയോ. കാരണം ഹ്യൂമറൊക്കെ പറയുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരളവുണ്ടല്ലോ. നമ്മളൊരു കാര്യം പറയുന്നതിനകത്ത് നമുക്കൊരു എന്താ പറയുന്നത്, നമ്മളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസന്റേഷൻ എന്ന് പറയുന്നില്ല. അതിനകത്ത് കുറച്ച് സത്യസന്ധമായിട്ടാണ്, അത് ഉള്ളിൽ നിന്ന് പറയുന്നതാണ്, നമുക്ക് തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ. ഈ പറഞ്ഞതിനകത്തൊക്കെ ശ്രീലക്ഷ്മിയുടെ കാര്യങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിൽ തന്നെയാണ് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഇതിനകത്ത് ആത്മാവിന്റെ അംശം ഉണ്ടോ? ഇല്ല, നേരെ തിരിച്ചാ. എനിക്ക് കല്യാണം കഴിക്കണം എന്ന് വീട്ടിൽ പറയുമ്പോ അമ്മ പറയും, നീ പഠിച്ച ജോലിയൊക്കെ കിട്ടാൻ. എനിക്കാ ധൃതി. അല്ല, ഞാനും വിചാരിച്ച അങ്ങനെയാട്ടാ. ഇവള് കല്യാണ ആലോചനയായിട്ടാണോ വന്നേക്കണത്, പരിപാടിക്കാണോ ഞാൻ വന്നേക്കണത്? ചോദിക്കാൻ നിന്നതാണ്, പിന്നെ വിചാരിച്ചു വേണ്ട. അതല്ല ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ് നടത്തണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇപ്പോ പെൺകുട്ടികളുള്ള അച്ഛന്മാർക്കും ഒക്കെ ടെൻഷൻ ആയിരിക്കും. ഇവരൊക്കെ വലുത് ഇവരുടെയൊക്കെ കല്യാണത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. നമ്മളെയൊക്കെ വിട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് ഇവർ പോകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളിൽ എല്ലാ കുടുംബങ്ങളിലും എല്ലാവരും തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ ചിന്താഗതികളുണ്ടല്ലോ, അതിനെ വളരെ ബ്രില്യൻ്റ് ആയിട്ട്, അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഏതെല്ലാം റേഞ്ചിൽ എവിടെയെല്ലാം ഉണ്ട് എന്നുള്ളത് തമാശയുടെ മേമ്പടിയോടുകൂടി ഭംഗിയായിട്ട് അവതരിപ്പിച്ചെന്നുള്ളതാണ്. അടിപൊളി. അപ്പൊ ശ്രീലക്ഷ്മി, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഓ, നമ്മുടെ പരസ്യം ആഡ് എന്തായാലും ക്ലിക്കായി. ഭയങ്കര റീച്ചായി എല്ലാവർക്കും. പക്ഷെ നമ്മളുടെ ഈ പ്രോഡക്റ്റ് ഇല്ലേ, ഹിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ, അത് ആരെങ്കിലും ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ വീഡിയോ ഇടണം. അത് ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ നിങ്ങളല്ല, പുറത്തുനിന്ന് ആരെങ്കിലും, ഇപ്പൊ എന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഇട്ടാലും മതി. നേഴ്സ് ആവുമ്പോ ആ പ്രോഡക്റ്റിൽ അവർക്ക് വിശ്വാസം ഉണ്ടാവും, വേറെ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ക്ലിക്കാവും. അതെ, അത് അവക്ക് ക്ലിക്കായി വൈറലാവാനുള്ള പണിയാണ് അവളിപ്പൊ പറഞ്ഞത്. അത് വെച്ച് അവള് ക്ലിക്കാവും, പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് ക്ലിക്കാവും. ആ മോഹം മനസ്സിൽ വെച്ചായിരുന്നു. ഹലോ ഹലോ, നാണമുണ്ടോ? ഇല്ല. എന്റെ കർത്താവേ, നാണമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഒരു നാണം ഇല്ലാണ്ട് എല്ലാവരും കൂടി നാണമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. നാണം ഉണ്ടോന്നാണ് ചോദിച്ചത്. അതെ അതെ അതെ. നാണം എന്ന് പറഞ്ഞ ആളെ ഇവിടെ ഉണ്ടെന്ന് ഓർക്കുന്നേ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോ എന്റെ ആട് ഇവിടെ വന്നിട്ടോ എന്ന് പറഞ്ഞ് ഒരാടിന് പകരം 5000 ആടിനെ മേടിക്കാനുള്ള ശക്തിയും കഴിവ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, എത്ര കോടീശ്വരന്മാരാണെങ്കിലും ചില ആളുകൾക്ക് ചില കടയിൽ കയറി ഒരു സാധനം പൊക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇസ്കിയില്ലെങ്കിൽ അതൊരു ഞരമ്പരോഗമായിട്ട് പറഞ്ഞു ഇല്ലേ? നിങ്ങളുടെ പറമ്പില് എന്റെ ആട് കയറിയെന്ന് വ്യക്തമായ തെളിവായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് തെളിവെന്നാ ദേനാ? ആ, നിങ്ങളുടെ പറമ്പിൽ നിന്ന് കൊട്ടിയതാ എനിക്ക്. എന്താ ആട്ടുകാട്ടമുള്ളത്? ആട്ടുകാട്ടമുള്ളത്? ആ, അതെ അതെ അതെ. ഫുഡ് ഇൻസ്പെക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടിയത് ഞാൻ പെറക്കിയെടുത്താണ്. ഞാൻ അപ്പോഴും പറഞ്ഞു, വേറെ 2 ആൾക്കാർ കണ്ടുണ്ട്, സാക്ഷികളുണ്ട്. ഇത് ഈ ആട്ടുംകാട്ടം നിങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടിയ സ്ഥിതിക്ക് എന്റെ ആട് നിങ്ങളുടെ പറമ്പിലുണ്ടായിരുന്നു, അതിനാരോ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. എനിക്കത് തന്നില്ല എന്നുണ്ടെങ്കിൽ കാശ് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. നിങ്ങളെങ്ങനെ എടുത്തായിരുന്നു പുള്ളിന്റെ ആട്? സാർ, നമ്മളിത് കാണുന്നില്ല, ഞങ്ങൾ ഇവിടെ ഷൂട്ടിലിരിക്കല്ലേ. നിങ്ങളുടെ ആടി കണ്ടായിരുന്നോ? ചേട്ടൻ കണ്ടോ? നമ്മളെങ്ങനെയാ കാണുന്നത്? ഇതൊരു ഫ്ലോർ അല്ലേ, ഇവിടെ നമുക്ക് എങ്ങനെ ആട് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ആട്ടും കാട്ടും കാറ്റ് തുരണ്ടി ഇങ്ങോട്ട് വന്നതാണെങ്കിലോ? അല്ല, അങ്ങനെ ഉരുളാനായിട്ട് ഇത് അപ്പൂപ്പൻ താടി ഒന്നും അല്ലല്ലോ. ആട്ടുകാട്ടമല്ലേ? ആ സാധ്യത ഇല്ല. എന്നാ നിങ്ങളായി നിങ്ങളുടെ പാടായി. അതെ ബേസാറേ, ഇയാൾ പറയണതിൽ കുറച്ച് കാര്യമുണ്ട്. ഈ സംഭവം നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ആട് നമ്മുടെ പറമ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ആരോ അതിനെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആരടിച്ചു മാറ്റിയെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പറമ്പിൽ നിന്ന്, അതായത് ബേബി മോലാളുടെ പറമ്പിൽ തന്നെ കിട്ടിയത്. ബേബി മോലാളി എന്നെ എനിക്ക് മേടിച്ചായിരുന്നു. എല്ലാവർക്കും ഇനി ആട്ടൻ സോപ്പ് കടിക്കാം. ആട്ടൻ സോപ്പ്. താങ്ക് യു അമ്മച്ചി. നീ എപ്പോഴാ വന്നേ?
ഞാൻ വന്നിട്ട് ഒരു 47 കൊല്ലായി. ഈ കോമഡി വന്നിട്ട് 60 കൊല്ലായി. മനസ്സിലാവുന്നുണ്ട് മോൻ കാണുമ്പോ. ഇത് എന്ത് സൂപ്പ് അത്? ഇത് ഞാനിങ്ങനെ ആട്ടി കൊണ്ടുവന്ന സൂപ്പ്. ആറിയ കഞ്ഞി, പഴം കഞ്ഞി, ആട്ടി കൊണ്ടുവന്ന സൂപ്പ്, ആട്ടു സൂപ്പ്. അതെ. അപ്പൊ എന്റെ ആട് കാര്യം മനസ്സിലായിരിക്കും. എന്തേ? മുതലാളി വെറുതെ പുറം ലോകം അറിഞ്ഞ് നാണം കെടാൻ നിക്കണ്ട. നിങ്ങളുടെ അമ്മയോ ആരെങ്കിലും എന്റെ നാടിന് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മര്യാദ, എനിക്ക് നാട്ടുകാരെ അറിയിച്ചത് വഷളാക്കാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. അവിടെ വെച്ചാടാ, എന്നാടാ നിങ്ങൾ ഈ പറയണയുടെ ഇറക്ക? ഞാൻ മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ടുവന്ന ആടിനെ ഞാൻ പാട് വെട്ട് സൂപ്പ് വെച്ച് കഴിച്ചതിന് നീ എന്നാടാ പറയണേ? നീ നിങ്ങളുടെ പറമ്പിൽ നിന്നാണ് എനിക്ക് എന്റെ ആടിന്റെ, എന്റെ തങ്കുവാടിന്റെ ആട്ടിൻകാട്ടം കിട്ടിയത്. നിന്റെ ആട്ടുകാട്ടം കൂർക്കാൻ തിരിച്ചറിയാൻ പാടില്ലാത്ത നീ ഇവിടെ വന്നിട്ട് ഈ ആടെന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കത്ത് കയറിയാലുണ്ട് നീ ആടെന്ന് ബേബി മോലാളി വായല നാവൂട്ടാൽ എന്നെ തോപ്പിക്കാൻ നോക്കണ്ടോ. അത് നാട്ടുകാരുടെ മനസ്സിലായോ? എന്റെ മോൻ സോഷ്യൽ മീഡിയയിട്ട് നാറ്റിക്ക് സാധനം ഫേസ്ബുക്കിൽ. ചേട്ടന്റെ ആട് എപ്പോഴാ കാണാതായത്? എന്റെ ആട് ഇന്ന് രാവിലെ തുടങ്ങി കാണാണ്ടായതാ. ഞാൻ ഇന്നലെ ആടിനെ മേടിച്ചതാണ്. ഞാൻ കാണാണ്ടായ അപ്പൊ തുടങ്ങി പറമ്പ് മുഴുവൻ അന്വേഷിച്ചിറക്കാണ്. എന്റെ കൂട്ടിൽ അന്വേഷിച്ചാ നീ? കൂട്ടിൽ അന്വേഷിച്ചാ? ഞാൻ കൂട്ടിൽ അന്വേഷിക്കാൻ വേണ്ടി നേരത്തെ പോയപ്പോഴല്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എനിക്ക് ആട്ടുകാട്ടം കിട്ടിയത്. ഈ കൂട്ടം കൊണ്ട് നീ ഇങ്ങോട്ട് വരാണ്ട് കൂട്ടി പോയി അന്വേഷിക്കടാ. ചേട്ടനാ കൂട്ടി പോയി അന്വേഷിക്കുന്നേ? ഞാൻ വീട്ടിൽ പോയി കൂട്ടിൽ അന്വേഷിക്കും. വീട്ടിൽ പോയി കൂട്ടിൽ അന്വേഷിച്ചിട്ട് എന്റെ ആടിനെ അവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ടൊരു വരില്ല കേട്ടോ. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. എന്റെ മകൻ ഫേസ്ബുക്കിലിട്ട് നാറ്റി നിങ്ങളുടെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ല പിന്നെ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് വേഷം കെട്ട് കാണിക്കുന്ന മോളായിരുന്നു. അമ്മച്ചി മനുഷ്യൻ നാറ്റിക്കോ, എനിക്കൊരു പേരും നിലയും വിലയൊക്കെ ഉള്ളതാണ്. ചേട്ടാ ചങ്ക തുറന്നും കാണിക്കുമ്പോ ആട്ടും സൂപ്പാണെന്ന് പറയില്ലടാ. അമ്മച്ചി എടി ഞാൻ എന്റെ ഈ നിരപരാധിത്വം എവിടെ പോയി തെളിയിക്കും? നിരപരാധിത്വം തെളിയിക്കാൻ അവിടെ പോലീസ് വിളിക്കാൻ പോയിട്ടുണ്ട്. തുഷാരടി ഞാൻ ചെയ്തിട്ടില്ല. അമ്മച്ചി ചെയ്തിട്ടില്ല. ആരെങ്കിലും സ്റ്റാൻഡപ്പ് ചെയ്യാണ്ടെങ്കിൽ ചെയ്യിക്കും. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണിൽ അടുത്തതായി സ്റ്റാൻഡപ്പ് പെർഫോം ചെയ്യാൻ എത്തുന്നു അബിൻ. അബിൻ ഈ സമയത്ത് ഇങ്ങനെ വന്ന് ഇത്ര എനർജി പുറത്തേക്ക് കൊടുക്കത്തക്ക രീതിയിൽ എന്താണ് അബിന്റെ ആ ഒരു ശക്തി എവിടുന്നാ കിട്ടുന്നത്? എവിടുന്ന് കിട്ടുന്നില്ല. ഗ്രൂമറേട്ടൻ പറഞ്ഞു നിന്റെ ഭവ്യത ഇത്തിരി കൂടുതലാവുന്നു, കുറക്കി കണ്ടിട്ട് കലിയനോന്ന്. ഒരു ചോദ്യം, ഒരു സദസ്സിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിട്ട് കൂട്ടുകാരെല്ലാം ചിരിക്കുവോ? സദസ്സിൽ നിന്നിട്ടല്ല, ഞാൻ കഥ പറഞ്ഞ് ഇവരൊക്കെ കേട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഇവര് ചിരിക്കും കുറെ പേര്. അത് എന്നെ സമാധാനപ്പെടുത്താനാ. ഞാൻ മെയിൻ ആയിട്ട് സ്റ്റാൻഡപ്പ് എന്ന് പറയാന്നറിയില്ല, ഒരു 4 പേരുടെ പരിപാടിയാണ് മെയിൻ ആയിട്ട് കണ്ടേക്കണേ. ഒന്ന് ഒരുപാടൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ജയരാജേണ്ട തൃശ്ശൂര് ആളിങ്ങനെ നിന്ന് പറയുമ്പോ ഞാൻ ആദ്യം വിചാരിച്ചിട്ട് എന്താ പരിപാടി പുള്ളി പറയണേ, ഇതിനാണോ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ആലോചിച്ചിട്ടുണ്ട്. പിന്നെ കലാപം മണിച്ചേട്ടൻ പറയുന്ന കഥകൾ കേൾക്കാൻ നല്ല രസാ. പുള്ളി പറയുമ്പോ മുന്നിലുണ്ട് കഥയൊക്കെ. പിന്നെ നമ്മുടെ മെയിൻ കഥാതന്തു ജയറാമേട്ടൻ ഞങ്ങളുടെ നാട്ടുകാരും കൂടിയാണ്. ആള് പറയുമ്പോഴും ഇതേപോലത്തെ ഒരു ഫീലാ. പിന്നെ പറയുന്ന ആൾ എന്റെ മുന്നിലിരിക്കുന്നുണ്ട്. കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ജയറാമേട്ടന് ഞാനും ഇടയ്ക്ക് വിളിക്കും. ചില കഥകൾ കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങളൊരു വിളിക്കുന്ന ഒരു സംഘത്തിൽപ്പെട്ട ഒരാള് അങ്ങനെ അദ്ദേഹം ഒന്നും അങ്ങനെ അധികം ആളെ വിളിക്കല്ലോ. ചില കഥകൾ ചില ദിവസങ്ങളിൽ ചിലത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിളിച്ചിട്ട് കണ്ടോ അതാണ് ഇതാണ് ഞങ്ങൾ തമ്മിൽ പങ്കുവെക്കാറും ചിരിക്കാറുണ്ട്. ഇപ്പോഴും അദ്ദേഹം അതിന്റെ എക്സർസൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കഥ പറയുക, പറഞ്ഞ് അത് ഒപ്പിച്ച് എത്തിച്ചു പിടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് വലിയ കാര്യമാണ്. വി നീഡ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. പല കാര്യങ്ങളും വലിയ രാജ്യത്തെ ഭരണം മാറ്റിമറിക്കുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ പല വിശ്വാസങ്ങള്, പലതരത്തിൽപ്പെട്ട പരസ്യങ്ങൾ ഉൾപ്പെടെ മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പണ്ട് കാലം തൊട്ട് കഥകൾക്കേ കഴിയുള്ളൂ. വെറുതെ വന്ന് പറഞ്ഞാല് അല്ല, അതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ള ഒരു കഥ പറയുമ്പോഴാണ് ആളുകൾ എല്ലാ വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നത്. കഥകൾ കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ മറഞ്ഞു വീഴുന്നത്. സംഭവം ഉണ്ടാവുമായിരിക്കും, പക്ഷെ സംഭവമായിട്ട് പോരാ. ഒരു ചെറിയ സംഭവം മതി ഒരു ഗവൺമെന്റ് താഴെ വീഴാൻ എന്ന് പറയുന്നത്. ആ സംഭവത്തിന്മേലോട്ട് കഥ വന്ന് കയറാൻ തുടങ്ങും. പലതരത്തിൽപ്പെട്ട കഥകൾ കയറാൻ തുടങ്ങും. അതിന്റെ പല വെർഷൻസ് വരും, പല കഥാപാത്രങ്ങൾ വരും, അതിന്റെ പല സൈഡ് വരും, ആംഗിളുകൾ വരും. അങ്ങനെ കഥകളിലാണ് പല വലിയ കാര്യങ്ങളും വരുന്നത്. പല പ്രൊഡക്റ്റുകളും പല പരസ്യങ്ങളും ഒക്കെ കഥയിലൂടെ പറയുന്നതിനൊരു വലിയ മാർക്കറ്റ് ഉണ്ട്. അതാണ് കഥയുടെ ഒരു പ്രസക്തിയും. നമ്മൾ നല്ല പ്രാസംഗികൻ എന്നൊക്കെ പറയില്ലേ, പലരും പല സ്ഥലത്തെത്തുന്നതിനകത്ത് അവരുടെ ഈ കഥ അവതരണത്തിനൊരു പ്രത്യേകതയുണ്ട്. നല്ല ബിസിനസ്സുകാര്
നല്ല ഡീലുകൾ ഉറപ്പിക്കുന്നിടത്ത്, സ്ഥലക്കച്ചവടം ചെയ്യുന്നിടത്ത്, വണ്ടിക്കച്ചവടം ചെയ്യുന്നിടത്ത് നിങ്ങൾ നോക്കിയോ, നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന പരിപാടിയുള്ളവൻ ഈ വക മേഖലകളിൽ പെട്ടെന്ന് മുകളിലേക്ക് വരും. അത് കഥ പറച്ചിലിന്റെ ഒരു വലിയ സ്കോപ്പാണ്. അത് തനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ഓൾ ദ ബെസ്റ്റ്. ഭംഗിയായിട്ട് പെർഫോം ചെയ്യും. നന്നായിട്ട് പെർഫോം ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. എന്റെ പേര് അബിൻ മേരി സ്റ്റീഫൻ. ഒരു കൊച്ചു ജനിച്ച് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഒരു പിങ്ക് ടൗലി പാവത്തിന് എടുത്ത് അതിന്റെ അച്ഛൻ്റെ കൊണ്ട് കൊടുക്കും. അത് ഇങ്ങനെ എടുത്ത് ആ മനുഷ്യന് ഒരു ചുംബനം കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഒമ്പത്തെ ചെറുക്കന്റെ മുറിയ കൊച്ച് ഒന്ന് നോക്കിയേ, ഒന്ന് നോക്ക്. ആ കവിള് കണ്ട, ആ മൂക്ക് കണ്ടോ, ഉമ്മടെ ചെറുക്കനെ കൂട്ട് തന്നിരിക്കണേ. ഈ 28 വയസ്സായ പയ്യന്റെ മുഖാണോ ഈ 1/2 മണിക്കൂർ മുമ്പ് പെറ്റ കൊച്ചിന്? എനിക്കറിയാൻ പാടില്ല. പക്ഷെ കണ്ണും നമ്മുടെ അകത്തിറങ്ങണ കൊച്ചിന്റെ കേട്ടോ ആ പീലിയുടെ ഒരു വളവ് കണ്ടില്ലേ? എനിക്കും അറിയാൻ പാടില്ല. എന്റെ ചോദിക്കണേ, ഇവനും ആ അകത്ത് കിടക്കണ പെണ്ണെങ്ങാനും പറഞ്ഞോ ഇത് എന്റെ പിള്ളയല്ലാന്ന്? ഈ തള്ള വന്ന് തള്ളേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാ ലേബർ റൂമിലും കാണുന്ന കാഴ്ചയത്. ഈ കൊച്ചൊരു ഇച്ചിരി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പേരിടുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. പണ്ടത്തെ പേരൊക്കെ എന്ത് രസമുള്ള പേരായിരുന്നു. ഇപ്പൊ എന്റെ പേര് തന്നെ എടുക്കാം. അബിയുണ്ട്, അഭിറാമുണ്ട്, അഭിലാഷുണ്ട്, അഭിത്തുണ്ട്, പിന്നെ അഖിലുണ്ട്, അമലുണ്ട്, ആകാശുണ്ട്, ആശിഷുണ്ട്, ആദർശുണ്ട്, പിന്നെ ഒരു ആനന്ദുണ്ട്, ഒരു വിഷ്ണു ഉണ്ട്. എല്ലാ നാട്ടിലുണ്ട്. ഇപ്പോഴത്തെ പേര് കേൾക്കണം. 2022 ഇതുപോലെ ട്രെൻഡാൻ പോണ ഒരു പേരുണ്ട് കേട്ടോ, ആദം. പിന്നെ ലൂക്ക. എന്റെ പൊന്ന് രമേശേട്ടാ, ലൂക്ക എന്നൊക്കെ പേരിട്ടാണ് പയ്യൻ ഒരു 12ാം ക്ലാസ് ആകുമ്പോ അവന്റെ കളിപ്പേരെന്താന്ന് വല്ല ഐഡിയ ഉണ്ടാ? ഞാൻ പറയണില്ല, സെൻസർ ചെയ്യും. നിങ്ങളത് ആലോചിച്ചെടുക്ക്. ഇപ്പോഴത്തെ പേരുകൾ കേൾക്കണം. എറുട്ടിട്ട് താഴ്ത്തിട്ട് തോടിരിക്ക്. അജേട്ടാ 100 ml ഒരു എഞ്ചിൻ ഓയിൽ മേടിച്ച് നാക്കിൽ ഒഴിക്കണം. നാക്ക് കൂടിങ്ങ ചെറുവരലിട്ട് തിറ്റിക്കാനായിട്ട്. ഈ പണ്ട് കാലത്ത് നമ്മുടെ ഫോട്ടോജി ഭാഗത്ത് സൂന്തമുറുക്കാൻ വിൽക്കാൻ തന്നെ ബായിക്കുകയാണ് ഞാൻ ഇങ്ങനത്തെ സ്റ്റൈലിഷ് നെയിംസ് കേട്ടിട്ടുള്ളൂ. അതൊക്കെ പോട്ടെന്നൊക്കെ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതേ ഈ വക പരിപാടിക്കൊന്നും ഞാനില്ല കേട്ടോ. എന്റെ കൊച്ചിന് എന്റെ അച്ഛന്റെ പേര് നമ്മുടെ ലാൽ ജൂനിയറൊക്കെ ഇട്ടേക്കണ അവനൊരു ഇൻസ്പിറേഷനാണ്. ഞാൻ പറഞ്ഞു നീയാണ് മാറ്റം, നീയാണ് മാറ്റത്തിന്റെ മാറ്റൂലി, അങ്ങനെ തന്നെ ചെയ്യടാ കൂട്ടുകാർ, അങ്ങനെ മതി എന്ന് പറഞ്ഞു. ദിവാകർ മനോഹർ, ഒരു രസമുണ്ട്, നല്ലൊരു പേര്. ഞാൻ പറഞ്ഞു നന്നായിടാ. പേരിട്ട് പിറ്റേ ദിവസം അകത്തുനിന്നൊരു വിളി, ദിവാകരാ നിക്കറിലും ഉള്ളരുതിനി. ഈ പാവം മനുഷ്യൻ ഫ്രണ്ടിലിരുന്ന് പേപ്പർ വായിക്കാണേ. പെടലി വെട്ടി തിരിഞ്ഞു ബാക്കിലേക്ക്. ഭാഗ്യം ഇന്നല്ല കൊച്ചിനെ പറഞ്ഞേ, അത് വിഷയല്ലാട്ടോ, അത് കൊച്ചിനെ പറഞ്ഞതാ. നിങ്ങൾ ഇത് എന്താ സാറേ ടെൻഷൻ വിട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ മനോഹരൻ വന്നിട്ട് പറഞ്ഞേ, ദിവാകരാ മിറ്റത്തുനിന്ന് കയറി പോടാ, 2 അടിയും തന്നാളുണ്ടല്ലോ. നാട്ടില് പാട്ടാ, മനോഹരൻ ആള് ശരിയല്ല, ആള് തന്ത തല്ല, ആ കാർന്നവരെ തലക്കടിക്കുന്നു പറഞ്ഞവൻ ഇങ്ങനെ പടർന്നു. ഏറ്റവും വിഷയം 3ന്റെ അന്നായിരുന്നു കേട്ടോ. ഇവന്റെ വൈഫ് പറഞ്ഞു, ദിവാകര പാല് കുടി. ഈ പാവപ്പെട്ടവൻ പറഞ്ഞു, പൊന്നു മോനെ കൊച്ചിന്റെ പേര് മാറ്റ്, നാട്ടാരച്ഛനെ കൈവെക്കും. ഇവൻ പറഞ്ഞു, അച്ഛാ പേര് മാറ്റാൻ വല്ല ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു പോയില്ലേ, എന്താ ചെയ്യാ? വേണ്ട, നീ പേര് മാറ്റണ്ട. 60ാം വയസ്സില് രമേശേട്ടാ ആ പാവം മനുഷ്യൻ ഗസ്റ്റഡി കൊടുത്ത് പേര് മാറ്റിട്ടോ, ബദ്രിനാഥ്. അവസരം വന്നു, നാട്ടിൽ നടക്കുന്ന അവസരങ്ങൾ ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞ സാഹചര്യം മാറി. ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം തൊട്ടാ സ്ക്രീൻ ടൈം. ആര്യ ചേച്ചിക്കായിട്ട് ഈ സാധനം മെയിനായിട്ട് പറയണേ, ശ്രദ്ധിച്ചിരുന്നോളാ. കുട്ടികളുണ്ടായ സ്ക്രീൻ ടൈം കുറയ്ക്കുക, മനസ്സിലായോ? പൃഥ്വിരാജിന്റെ സ്ക്രീൻ ടൈം, കൊച്ചിന്റെ സ്ക്രീൻ ടൈം എത്രയാ? അതൊക്കെ ഒരു ജനറൽ നോളജാ, പഠിച്ചു വെക്കണം. ഇവിടെ അവിടുത്തെ ഒരു ചേച്ചി പറയാ, എന്റെ കുട്ടിക്ക് ഫോൺ കൊടുക്കില്ല, TV കാണിക്കില്ല. പൃഥ്വിരാജിന്റെ കൊച്ചിന്റെ സ്ക്രീൻ ടൈം 15 മിനിറ്റാ. ഞാൻ കാണിക്കില്ല, അത് അങ്ങോട്ട് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാനീ പറഞ്ഞ ചേച്ചിയുടെ വീട്ടിലൊരു ദിവസം പോകാനിടയായി. നല്ലൊരു കേസാണല്ലോ ചേച്ചി പറഞ്ഞേ, നല്ല പരിപാടി. എന്റെ പൊന്നും ബേബി സാറേ, അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്താന്നറിയോ? ആ പിള്ള ഉണ്ണണെങ്കിലും ഉടുക്കണെങ്കിലും 1 ഔൺസ് അപ്പി ഇടണമെങ്കിൽ വരെ ഫോൺ വേണോന്ന്. പിള്ളേടെ അപ്പി ഫോണായിട്ട് കണക്റ്റഡ് ആണ് നാട്ടിലൊക്കെ ഇറക്കമ്പി. ഞാൻ ചോദിച്ചു എന്തുട്ട് പരിപാടി നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ കുറച്ചു മുമ്പ് പൃഥ്വിരാജിന്റെ കൊച്ചിനെ പറ്റി പറഞ്ഞല്ലോ. ആ ചേച്ചി പറയാ, പൊന്നാരം മോനെ, പൃഥ്വിരാജിന്റെ കൊച്ചിനെ നോക്കാൻ അവിടെ ആയുണ്ട്, നമ്മുടെ പിള്ള പായലും ഉള്ളിയെ പോലും നോക്കാൻ ഇവിടെ ആളില്ലടാ. അപ്പൊ നിങ്ങളെല്ലാരും വിചാരിക്കുന്ന കാര്യം എന്താന്ന് എനിക്കറിയാം. ആ ചേട്ടാ, ഇതൊക്കെയല്ല ഇപ്പൊ വിചാരിച്ചോണ്ടിരിക്കണേ. നിനക്ക് ആദ്യം ഒരു പിള്ള ഉണ്ടാവട്ടെ, അപ്പൊ നിന്റെ വായ്ത്താളം കാണാന്ന്.
പെണ്ണ് കിട്ടിയിട്ടില്ല, പിന്നെ പിള്ളേണ്ടാവണേ. അതൊക്കെ നമുക്ക് അപ്പം നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. പോകട്ടെ. അജയ് ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? അഭിനയം നല്ലതായിരുന്നു. കാരണം 2 മാസം കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് നിന്റേതായ ഒരു ശൈലിയുണ്ട്. അതുപോലെ തന്നെ എടുത്ത കണ്ടന്റ് നല്ല രസമുണ്ട്. അത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ വളരെ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വെച്ചാൽ ഈ ഫോൺ എടുത്ത് വെച്ച് കുട്ടികളെ എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ടൊക്കെ ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി രസാവഹമായിട്ട് അവതരിപ്പിച്ചു. ഇതിപ്പോ ഈ ഫൺ ബേബി ഫണ്ണില് ബേബിയുടെ ഫണ്ണാണ് കൂടുതലും പുള്ളി ഇട്ടുകൊടുത്തത്. കാരണം അത് അങ്ങനെ ചിന്തിച്ചിട്ടാണോ അതോ അറിയാതെ വന്നതാണോ? അല്ല, നമ്മുടെ ബേബി സാർ നമ്മുടെ മെയിൻ ആളല്ല. ആളെ വിട്ടിട്ട് കളിയുണ്ടോ? ഞാൻ ആ ബേബിയുടെ കാര്യമല്ല പറഞ്ഞ, ഞാൻ ഈ കുഞ്ഞുങ്ങളെ നല്ല രസമായിട്ട് ചെയ്ത് എന്നൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശൈലി ഇഷ്ടപ്പെട്ടു. ഇനി കൂടുതൽ നല്ല രീതിയിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു കലാകാരനാണ്. ഈ രംഗത്ത് ശോഭിക്കും ഉറപ്പാകട്ടോ. ഈ എല്ലാവർക്കും അവനവന്റെ മക്കളൊരു വണ്ടർ കിഡായിട്ട് തോന്നുക വളരെ സ്വാഭാവികമാണ്. എന്റെ ചെറുപ്പത്തില് ഒരു ഷീബയും ഷിജിയും ഉണ്ട് എന്റെ അയലോകത്ത്. ഷീബ മൂത്ത ആള്, ഷിജി ഇളയാള്. ഒരു ദിവസം ഈ ഷിജി എന്ന് പറയുന്ന കൊച്ചിന് ഒരു 2 വയസ്സുണ്ട്, ഇളയതിന് 2 ആയിട്ടില്ല. അതിനെ എടുത്തോണ്ട് എന്റെ അമ്മ നിൽക്കുന്നുണ്ട്. ഷീബ അവിടെ കളിക്കാൻ പോയി. ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പം ഈ ഒക്കത്തിരിക്കുന്ന കൊച്ചു പെട്ടെന്ന് ആ പമ്പിന്റെ അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ 2 ഒച്ച ഉണ്ടാക്കി. പിന്നെ ഈ കൊച്ചിന്റെ അമ്മ, ഷീബ ഇന്ന് പമ്പിന്റെ അവിടെ കളിക്കാൻ പോയത് അച്ഛൻ വരുമ്പോ പറഞ്ഞു കൊടുത്ത് അടി മേടിച്ചു കൊടുക്കൂന്നാ പറയുന്നതെന്ന്. മനസ്സിലായി ആ ഭാഷ. ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കിയെന്ന് പറയാണിത്. അതുപോലെ പിന്നെ ഈ കൊച്ചിന് ഒച്ചിരി കൂടെ വയസ്സായപ്പോ എന്തോ വെച്ച് കഴിഞ്ഞാല് അറിവ് പ്രകടനങ്ങൾ തുടങ്ങി. അപ്പൊ ഒരു ദിവസം, അയ്യോ ഇന്നലെ രാത്രി അച്ഛന്റെ കൂട്ടത്തിൽ ഇരുന്ന് ഫുട്ബോൾ മുഴുവൻ കണ്ടിട്ട് ഉറങ്ങി 3 മണി വരെ. ഞാൻ കിടന്നു എനിക്ക് ഫുട്ബോൾ തോന്നില്ല. ഇവള് ഇത് ഷിജി ഇരുന്ന് ഫുട്ബോൾ കാണുക 3 മണി വരെ. മോളെ ഇന്നലെ ഏത് ടീമാ ജയിച്ചേ? പറ, ഏത് ടീമാ ജയിച്ചെന്ന് പറ. വെസ്റ്റ് ബംഗാള് പറഞ്ഞെന്ന് കൊച്ച്. ഇങ്ങനെ വളർത്തുന്നവരുണ്ടായിരുന്നു. ആ വിഷയങ്ങളൊക്കെ തന്നെയാ പറഞ്ഞത്. മൊബൈൽ ഉപയോഗം കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഗംഭീരമായി കേട്ടോ. അതെ ബേച്ചായ, നിങ്ങളും കൂടി കേൾക്കാൻ വേണ്ടിട്ട് എന്താ, ഏത് കാര്യ? നമ്മുടെ ഈ ആടിന്റെ കേസ്. ഇടയ്ക്ക് ഒരാള് ആടിനെ കണ്ടു എന്ന് പറഞ്ഞു അതെ വന്ന അതെ, ആള്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മച്ചീനെ അത്ര വിശ്വാസമില്ല. എനിക്കും അത് അങ്ങനെ ബേച്ചായ തന്നെ പറയണ്ടേ. കാരണം നമ്മുടെ അമ്മച്ചിക്ക് പണ്ടിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ. എവിടെങ്കിലും പോയ എന്തെങ്കിലും എടുത്തിട്ട് വരുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ പറയണല്ല. എന്നാലും ഒരു ആടിനെയൊക്കെ ഈ പ്രായത്തിൽ നീയൊക്കെ എന്നെ സംശയിക്കുകയാണല്ലോ ഇപ്പോഴും. നോക്കിക്കോ, എന്റെ സത്യസന്ധത തെളിയിക്കാതെ ഞാൻ ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കൂല. ആള് പിന്നെ കേസ് കൊടുത്തിട്ടോ? ഞാൻ അപ്പഴേ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ കേസ് കൊടുത്തിട്ടുള്ള വരവായിരിക്കുള്ളത്. പ്രശ്നമാണ് ഇത്. അയ്യോ നമസ്കാരം ഒന്നും വേണ്ട, ഉള്ള കാര്യം പറഞ്ഞാൽ മതി. അല്ല ഞാൻ ചേട്ടാ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താ പരിഹാരം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞങ്ങള് ചെയ്യാം. അതല്ലേ ഞാൻ വന്നായിരുന്നു പറയട്ടെ, അത് വേണ്ട. ഞാൻ ഈ 5 ആടിൽ ഒരാടിനെ കാണാണ്ടായ ആ ഒരു മാനസിക വിഭ്രാന്തിൽ, ആ ഡിപ്രഷനിലേ ഞാനിങ്ങനെ വീട്ടിൽ പോവാതെ നാട് മുഴുവൻ നടന്ന് അന്വേഷിച്ചായിരുന്നല്ലോ. ഞാൻ സത്യത്തില് വീട്ടിൽ ചെന്ന് കൂട്ടിൽ നോക്കിയപ്പോ എന്റെ 5 ആടുണ്ട് അവിടെ. 5 ആടുണ്ട്. സോറി, സത്യത്തിൽ ഈ കാള പറ്റൂന്ന് പറഞ്ഞപ്പോ തന്നെ കയറെടുത്ത ഞാനാണ് തെറ്റുകാരൻ. അപ്പോ നിങ്ങളെ പോലെ ഒരു വലിയൊരു കുടുംബത്തിൽ വന്ന് നിങ്ങളെയൊക്കെ സംശയിക്കും. പ്രത്യേകിച്ച് അമ്മച്ചി, എന്റെ അമ്മയുടെ പ്രായമുണ്ട്, ക്ഷമിക്കണം എന്നോട്. നിങ്ങളുടെ സമയമൊക്കെ പേഴ്സണലായിട്ട് എല്ലാവരോടും സോറി പറയണം. സാറിനോട് സോറി, സാറിനോട് ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ് നമ്മള് പോയി. അല്ല, നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞേല് ക്ഷമിക്കണം. ഞാൻ ആടിനെ തൃപ്തി. ശരി. ഇപ്പൊ നിനക്ക് മനസ്സിലായ നീ കെട്ടിയന്റെ അടുത്ത് എന്താ പറഞ്ഞ? എന്റെ പൊന്നമ്മച്ചി അല്ലേ, അത് വിട്ടോളാം അമ്മച്ചി. പൊന്നമ്മച്ചി കൂട്ടുന്നല്ലടാ. പൊന്നമ്മച്ചി സോറി, വിട്ടുകളാ. അതിപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിപ്പോയതാ. അതെ, അങ്ങനെ സോറി പറഞ്ഞാൽ തീരൂല. എന്റെ വിഷമം മാറൂല. നീ ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി കൊള്ളുന്ന സൂപ്പ് നീ കുടിക്കാതെ നീ എന്നെ എന്തൊക്കെ അപരാധം പറഞ്ഞു. അത് നീ കുടിക്കണം.
അമ്മച്ചി അങ്ങനെ വിഷമിക്കല്ലേ അമ്മച്ചി. ഇതിപ്പോ ഞാൻ കുടിച്ച അമ്മച്ചിയുടെ വിഷമം മാറോ? ഞങ്ങളൊക്കെ കുടിക്കാം. അമ്മച്ചി എന്നോട് നിങ്ങൾ ആരും കുടിക്കണ്ടെങ്കിൽ അവള് കുടിക്കണം. ഞാൻ കുടിക്കണോണ്ട് അമ്മച്ചി എന്നോട് ക്ഷമിക്കുകയും ഇത് ഞാൻ അമ്മച്ചിക്ക് വേണ്ടി ഞാൻ കുടിക്കാണ്. മേഡം നമ്മുടെ കൂട്ടി കിടക്കണ പട്ടീനെ കാണാനില്ല. അമ്മച്ചി പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് കഴിച്ചു. അത് ആട്ടൻ സൂപ്പ് തന്നെ, അതും അവന്റെ ആടിന്റെ. അപ്പൊ നമ്മുടെ പട്ടിയാ? ആ ആടിന്റെ തോലെടുത്ത് നമ്മുടെ പട്ടിക്കിട്ട് അവന്റെ കൂട്ടി കൊണ്ടുപോയി കയറ്റിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ അവൻ വരും എന്റെ ആട് കുരയ്ക്കണമെന്നും പറഞ്ഞിട്ട്. നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോവാം. മൈ ജി ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷൻ സ്റ്റോറി. നമ്മളോട് പലപ്പോഴും പല ആളുകളും വന്ന് സഹായം ചോദിക്കും. ചില ആളുകൾ ഒരു അവസരം തരുമോ എന്നൊന്നുമല്ല, ചില ആളുകൾ ചോദിക്കുക ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് തന്നെയാണ്. അപ്പൊ ഈ രക്ഷപ്പെടുത്തുക എന്നുള്ള വാക്ക് വളരെ ആപേക്ഷികമാണ്. നമുക്ക് അങ്ങനെയല്ല, ചിലർക്കൊരു അവസരം കൊടുക്കാനാകും. രക്ഷപ്പെടുന്നത് മറ്റെവിടെയോ കിടക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ രക്ഷപ്പെടൽ ആപേക്ഷികമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ തോട്ടത്തിലൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തോട്ടത്തിലൊരു ഇലയുടെ അടിയിൽ ഒരു ചിത്രശലഭത്തിന്റെ പ്യൂപ്പ തൂങ്ങിക്കിടക്കുകയാണ്. ആ പ്യൂപ്പ വളർന്നാണല്ലോ, പ്യൂപ്പ പൊട്ടിയാണല്ലോ ചിത്രശലഭം ഉണ്ടാകുന്നത്. അതിനോടൊരു കൗതുകം രസമൊക്കെ തോന്നി ഇയാൾ ആ ഇല പറിക്കുകയും അത് അയാളുടെ മുറിയിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. 3-4 ദിവസങ്ങൾക്ക് ശേഷം ആ പ്യൂപ്പയുടെ തൊണ്ട് പൊളിഞ്ഞ് ചിത്രശലഭത്തിന്റെ ചിറകുകൾ അതിനിടയിൽ നിന്ന് ഞെങ്ങി ഞെരുങ്ങി പതുക്കെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് കണ്ടു. ഇയാൾ ഒരു ദിവസമായി, 2ാമത്തെ ദിവസവും അതിന്റെ 2ാമത്തെ ചിറക് ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി അതിനകത്തുനിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് കണ്ട ഇയാൾ കൈകൊണ്ട് ആ പ്യൂപ്പയുടെ തൊണ്ട് പൊട്ടിച്ചു കൊടുത്ത് ആ ചിത്രശലഭത്തെ സഹായിച്ചു. പക്ഷേ പറക്കാനുള്ള ബലം ആ ചിറകുകൾക്കില്ലാതെ അത് താഴെ വീഴുകയും നിലത്തൂടെ നടക്കുകയും ഒക്കെ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ചിത്രശലഭം ഇല്ലാണ്ടായി. ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമ്മൾ സഹായം എന്ന രീതിയിൽ ചെയ്യുന്നത് ചില സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാകേണ്ട ഒരു ബലം, ചില കാര്യങ്ങളോട് പോരാടി. ഈ പ്യൂപ്പയുടെ തൊണ്ട് പൊട്ടിക്കുന്ന സമയത്താണ് ചിത്രശലഭത്തിന്റെ ചിറകുകൾക്ക് ഏറ്റവും കൂടുതൽ ബലം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല സ്ട്രഗിളുകളും എന്ന് പറയുന്നത് നമുക്ക് പിന്നീടുള്ള അസറ്റാണ്, അത് പിന്നീടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഇതിലും വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ ധൈര്യമാണ്. ഇതൊക്കെ വേണ്ട സ്ഥലങ്ങളിൽ വളരെ എളുപ്പത്തിൽ കുറുക്കുവഴികളിൽ ചില സഹായങ്ങൾ ചോദിച്ചും ചില എളുപ്പവഴികൾ തേടിയും നമ്മളത് ചിലപ്പോൾ ഇല്ലാതാക്കും. മറ്റു ചിലർ നമ്മളെ സഹായിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കും. പക്ഷേ എല്ലാ ജീവനുകൾക്കും എല്ലാ കരിയറുകൾക്കും, ഒരു കലയിലാണെങ്കിലൊക്കെ എല്ലാ കരിയറുകൾക്കും അതിന്റെ കൃത്യമായ സ്ട്രഗിളുകൾ മനസ്സിലാക്കാനും അതിലൂടെ പരുവപ്പെടാനും അതിലൂടെ ബലപ്പെടാനുമുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ട്, ആ സാധ്യതകളിലെല്ലാം കൂടെ കടന്നു വരുന്ന ഒരു കലാകാരനോ ഒരു അവതാരകനോ ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദീർഘകാലം അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളോട് പ്രതികരിച്ച് മുന്നിലേക്ക് പോവുക. അപ്പൊ പ്രകൃതിദത്തവും വളരെ ഓർഗാനിക് ആയിട്ടുമുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഏത് വ്യക്തിയും സൃഷ്ടിയും എല്ലാം സുശക്തമായി മുന്നിലേക്ക് പോവുക. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ണിലെ ഇന്നത്തെ വൗസേഴ്സ് വൗ മൊമെന്റ്. എന്റെ കൊച്ചിന് എന്റെ അച്ഛന്റെ പേര് നമ്മുടെ ലാൽ ജൂനിയർ ഒക്കെ ഇട്ടേക്കണ അവനൊരു ഇൻസ്പിറേഷൻ ആണ്. ഞാൻ പറഞ്ഞു നീയാണ് മാറ്റം, നീയാണ് മാറ്റത്തിന്റെ മാറ്റൂലി, അങ്ങനെ തന്നെ ചെയ്യടാ കൂട്ടുകാർ, അങ്ങനെ മതി എന്ന് പറഞ്ഞു. ദിവാകർ മനോഹർ, ഒരു രസമുണ്ട്, നല്ലൊരു പേര്. ഞാൻ പറഞ്ഞു നന്നായിടാ. പേരിട്ട് പിറ്റേ ദിവസം അകത്തുനിന്നൊരു വിളി, ദിവാകരാ നിക്കറിലും ഉള്ളരുതിനി. ഈ പാവം മനുഷ്യൻ ഫ്രണ്ടിലിരുന്ന് പേപ്പർ വായിക്കാണേ. ഇഞ്ചോടും ചിരിക്കുന്ന നല്ല 2 അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇന്ന് നമുക്കുണ്ടായിരുന്നത്. ഇതിലിനി ആരാണ് വിജയ് എന്നറിയണ്ടേ? അതിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം രമേശ് ചേട്ടൻ ആൻഡ് അജയ് ചേട്ടൻ. ഇനി നമുക്ക് നമ്മുടെ മത്സരാർത്ഥികളുടെ വേദിയിലേക്ക് വിളിക്കാം എബിൻ ആൻഡ് ശ്രീലക്ഷ്മി. അജയ് ചേട്ടാ, ആരാണ് ഇന്നത്തെ വിജയ്? ഫൺ ബേബി ഫണ്ണിലെ ഇന്നത്തെ എപ്പിസോഡ് ഗംഭീരമായിരുന്നു. അത് മാത്രമല്ല, സ്റ്റാൻഡപ്പിലെ മത്സരാർത്ഥികൾ 2 പേരും നല്ല കണ്ടന്റുമായിട്ടാണ് വന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. എന്നാൽ പോലും ഒരുപാട് തമാശകളും ഒരുപാട് നല്ല നല്ല കണ്ടന്റ് ബേസ്ഡ് നല്ല പെർഫോമർ എന്ന് നമുക്ക് തോന്നിയത് ശ്രീലക്ഷ്മി.
ലക്ഷ്മി. ഓ